നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ 185 റൺസിന് പുറത്തായ ഇന്ത്യ ഓസീസിനെ 181 റൺസിനാണ് കൂടാരം കയറ്റിയത്. നിർണായകമായ 4 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചത്. ഒന്നാം വിക്കറ്റിൽ യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് 42 റൺസ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ചെറിയ ഇടവേളയിൽ 3 വിക്കറ്റുകൾ നഷ്ടമായി. യശസ്വി ജയ്സ്വാളിനെയും അതുപോലെ തന്നെ KL രാഹുലിനെയും സ്കോട്ട് ബോളന്റ് ക്ലീൻ ബോൾഡ് ചെയ്തപ്പോൾ വിരാട് കോഹ്ലിയെ ബോളന്റ് സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. ഇതിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് നിരാശപ്പെടുത്തുന്നത്. വീണ്ടും ഓഫ് സൈഡ് കണിയിൽ വിരാട് കോഹ്ലി വീണിരിക്കുകയാണ്. കോഹ്ലിയുടെ ദൗർബല്യം നികത്താൻ ഇതുവരെയായും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ മടിയില്ലാതെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ വിരാട് കോഹ്ലിയുടെ അവസാന 30 ഇന്നിംഗ്സുകളിൽ നോക്കുമ്പോൾ അതിൽ 29 തവണയും അദ്ദേഹം ക്യാച്ചിലൂടെയാണ് പുറത്തായത്. ഒരു തവണ റൺഔട്ടിലൂടെയും മടങ്ങി. ഒരേ രീതിയിലാണ് കോഹ്ലി പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഓഫ് സൈഡിൽ പന്തെറിയാൻ താരങ്ങൾ ഭയന്നിരുന്നു. മനോഹരമായ കവർ ഡ്രൈവുകളിലൂടെ പന്ത് ബൗണ്ടറിയും സിക്സറും പായിക്കാൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മികവ് കോഹ്ലിക്ക് അവകാശപ്പെടാനില്ല. ഓഫ് സൈഡ് പന്തിൽ കോഹ്ലി എഡ്ജാവുന്നത് തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പുറത്തായപ്പോൾ വലിയ നിരാശയോടെയാണ് കോഹ്ലി കളമിട്ടത്. ഓഫ് സൈഡ് കെണിയിൽ വീഴാതിരിക്കാൻ പരമാവധി കോഹ്ലി ശ്രദ്ധ കാട്ടിയിരുന്നു. എന്നാൽ ഇത്തവണയും അതേ രീതിയിൽ തന്നെ പുറത്തായത് കോഹ്ലിക്ക് തന്നെ വലിയ ദേഷ്യവും നിരാശയും ഒക്കെ സമ്മാനിക്കുകയായിരുന്നു. എന്തായാലും ഇനിയൊരു ടെസ്റ്റ് മത്സരം ഓസ്ട്രേലിയയിൽ കളിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശുഭ്മൻ ഗില്ലിന്റെ പ്രകടനത്തിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ട്. രോഹിത് ശർമ്മയെ പുറത്തിരുത്തിയാണ് ഇന്ത്യ ശുഭ്മൻ ഗില്ലിനെ കളിപ്പിച്ചത്. ഭേദപ്പെട്ട നിലയിൽ തുടങ്ങാൻ ഗില്ലിനായെങ്കിലും മോശം ഷോട്ടുകളിലൂടെ വിക്കറ്റ് തുറയ്ക്കുകയായിരുന്നു. 13 റൺസ് എടുത്ത ഗില്ല് വെബ്സ്റ്ററിന്റെ പന്തിൽ ക്രീസിൽ നിന്ന് കയറി കളിക്കുകയായിരുന്നു. കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയപ്പോൾ എഡ്ജായി വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരി കൈകളിൽ ഒതുക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിലും സമാനമായി ക്രീസിൽ നിന്ന് കയറി കളിച്ചാണ് ഗില്ല് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത്. ആക്രമിച്ച് കളിക്കുകയെന്ന വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. എന്നാൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് കൂടുതലും മോശം ഷോട്ട് കളിച്ചാണ്. ഗില്ലിന്റെ വിദേശ പിച്ചുകളിലെ പ്രകടന നിലവാരം കാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പകരക്കാരനെ കുറിച്ച് ഇന്ത്യ ഇനിയെങ്കിലും ആലോചിക്കേണ്ടതായുണ്ട്. ആലോചിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇന്ത്യയിൽ മിന്നും പ്രകടനം നടത്തിയ യശസ്വി ജയ്സ്വാൾ ഓസ്ട്രേലിയക്കെതിരെ എത്തുമ്പോൾ പ്രകടനം എങ്ങനെയാകുമെന്നതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ തന്റെ കന്നി ഓസീസ് പര്യടനം ഭേദപ്പെട്ട നിലയിൽ അവസാനിപ്പിക്കാൻ ജയ്സ്വാളിന് സാധിച്ചു. 10 ഇന്നിംഗ്സിൽ നിന്നായി 391 റൺസാണ് ജയ്സ്വാൾ നേടിയിട്ടുള്ളത്. 2 അർദ്ധ സെഞ്ചുറിയും 1 സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.